നമസ്തേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉച്ചാരണ സ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ബോർഡ് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ ഏതൊക്കെ അക്ഷരങ്ങൾക്ക് ഏതെല്ലാമാണ് സ്ഥാനങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇതൊരു സൂത്ര രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. അത് വായിച്ചതിന് ശേഷം വിശദീകരിക്കാം ഞാൻ. അകൂഹ വിസർജനീയാനാം കണ്ഠഃ, ഇചുയശാനാം താലു, ഋട്ടുരഷാണാം മൂർധ, ഋതുലസാനാം ദന്ത, ഉപപത്മാനിയാനാം ഓഷ്ടൗ, ഞ്യമങ്ങണനാനാം നാസിക, ഏതൈദോഹോ കണ്ഠതാലു, ഓദൗതോഹോ കണ്ഠോഷ്ടം, വകാരസ്യ ദന്തോഷ്ടം. ലാസ്റ്റ് വൺ നാസിക അനുസ്വാരസ്യ. ഇതാണ് പാണിനി സൂത്രപ്രകാരമുള്ള ഉച്ചാരണ സ്ഥാനങ്ങൾ. ഇവിടെ നോക്കൂ. ആ, കു, ഹ, വി. അകാരം, കവർഗഃ. കവർഗം എന്ന് പറഞ്ഞാൽ അതിലെ 5 അക്ഷരങ്ങളും ഉൾപ്പെടും. ക, ഘ, ഗ, ഘ, ങ. അതാണ് കവർഗം. അതുപോലെ ഹകാരം. പിന്നെന്തോ വിസർഗം വരുമ്പോൾ ഉച്ചാരണ സ്ഥാനം ഏതാണ്? കണ്ഠഃ. കണ്ഠാണ് ഈ അക്ഷരങ്ങളെല്ലാം വരുമ്പോൾ വരിക. അപ്പൊ ഞാനിവിടെ റെഡിൽ കുറച്ചുകൂടി പദച്ഛേദം ചെയ്ത് എഴുതിയിട്ടുണ്ട്. അടുത്തത് ഇചുയശാനാം താലു. ഇകാരം, അതുപോലെ ചവർഗത്തിന്റെ 5 അക്ഷരങ്ങള് യ, ഷ എന്നീ അക്ഷരങ്ങൾക്ക് സ്ഥാനം വരുന്നത് താലു ആണ്. താലു. പിന്നെ ഋട്ടുരഷാണാം മൂർധ. ഋകാരം, ടവർഗം, ര, ഷ ഇവയ്ക്ക് മൂർധാവാണ് സ്ഥാനം. പിന്നെ ഋതുലസാനാം ദന്ത, ദന്താഹ. ഋകാരം, പിന്നെ തവർഗത്തിലെ 5 അക്ഷരങ്ങള് ലകാരം, പിന്നെ സ ഇവയ്ക്ക് ദന്തമാണ് സ്ഥാനം. പിന്നെ ഉപപത്മാനിയാനാം ഓഷ്ടൗ. ഉകാരം, അതുപോലെ പവർഗം. പിന്നെ ഉപത്മാനീയാം എന്ന് ഇപ്പൊ ചിന്തിക്കേണ്ട ആവശ്യമില്ല, അത് ആവശ്യമില്ല. നമുക്ക് ഉ, പു ഉകാരവും പവർഗവും ഇവയ്ക്ക് സ്ഥാനം ഓഷ്ടൗ, ഓഷ്ടങ്ങളാണ്. ഞ, മ, ങ, ണ, ന. ഞ്യമങ്ങണനാന നാസിക. ഞകാരം, മകാരം, ങകാരം, ണകാരം, നകാരം ഇവയ്ക്ക് നാസികയാണ്, മൂക്കാണ്. പിന്നെ ഏതൈതോഹോ എന്ന് പറഞ്ഞാല് എ, ഐ എന്നീ വർണ്ണങ്ങളാണ്. ഇവയ്ക്ക് സ്ഥാനം വരുന്നത് കണ്ഠവും താലുവുമാണ്. ഇവ രണ്ടും കൂടി ചേരുമ്പോഴാണ് എയും ഐയും ഉച്ചരിക്കുവാൻ സാധിക്കുക. അതുപോലെ ഓദൗദോഹോ കണ്ഠോഷ്ടം, ഓ, ഔ എന്നീ സ്വരാക്ഷരങ്ങളുടെ ഉച്ചാരണ സ്ഥാനവും കണ്ഠം, ഓഷ്ടം ഇവ രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓ, ഔ എന്ന് ഉച്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ. പിന്നെ വകാരമാണ്. വാ ഉച്ചരിക്കണമെങ്കിൽ ഏതിന്റെ എല്ലാം സഹായം വേണം? ദന്തോഷ്ടം, ദന്തത്തിന്റെയും ഓഷ്ടത്തിന്റെയും സഹായത്തോടു കൂടി മാത്രമേ വ എന്ന അക്ഷരം ഉച്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ലാസ്റ്റ് വണ്ണാണ്
അനുസ്വാരം. നമ്മളൊരു പദം എഴുതി കഴിഞ്ഞാൽ മുകളിൽ ഒരു കുത്ത്, അല്ലെങ്കിൽ അമ്മെന്ന് മകാരത്തിന്റെ താഴെ ഒരു ചെറിയൊരു വരയിട്ടതുപോലെ നമ്മൾ അമ്മെല്ലാം ഉച്ചരിക്കും. അപ്പൊ അതിന് ഞാനിവിടെ ചിഹ്നം ഒരു ചെറിയൊരു കുത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന് അനുസ്വാരം എന്നാണ് പറയുക. അപ്പൊ ആ അനുസ്വാരത്തിന്റെ സ്ഥാനമാണ് ഏതാ? നാസിക. ഓക്കെ. അപ്പൊ ഈ സ്ഥാനങ്ങളുടെ ഒക്കെ സഹായത്തോടു കൂടി മാത്രമേ ഈ വർണ്ണങ്ങൾ നമുക്ക് ഉച്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ സ്ഥാനങ്ങൾ ഉച്ചരിച്ച് നോക്കുമ്പോൾ എവിടെയാണ് സ്പർശിക്കുന്നത് അത് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഓക്കെ. ഇപ്പോ ഈ, ച, യ, ഷ ഇതെല്ലാം താലു എന്ന ആ സ്ഥലത്ത് സ്പർശിക്കുന്നുണ്ട്. എന്താ പറയാ, പല്ലിന്റെ മുകൾ ഭാഗത്തെ പല്ലിന്റെ പിന്നിലായിട്ടുള്ള ഒരു ഭാഗമാണ് മോൾ ഭാഗം. അതിനെ താലു എന്നാണ് പറയുക. കറക്റ്റായിട്ട് പറയാൻ നമുക്ക് സ്പർശിച്ചാലേ നമുക്ക് അറിയുകയുള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനെ ഇത് ഉച്ചരിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ സ്ഥാനങ്ങൾ നമുക്ക് മനസ്സിലാകും. ഓക്കെ, ധന്യവാദ.